രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഈ മലനിരകൾ നോക്കിയിരിക്കാൻ എന്ത് ഭംഗി. ഞങ്ങൾക്ക് ഈ ക്ലൗഡ് സ്കേപ്പ് എന്നായി ഒരു ഹോം സ്റ്റേയുടെ പേര്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഏത്തപ്പഴം പുഴുങ്ങിയത്, പുട്ട്, അപ്പം ആൻഡ് മുട്ടക്കറി, പിന്നെ കാപ്പി. ഹലോ, ഇന്ന് ഞങ്ങളിപ്പം വാഗമൺ പൈൻ ഫോറസ്റ്റിൽ പോവാം. അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാൻ അവൻ്റെ കാണിക്കാവേ. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമ്മളിപ്പം കുട്ടിക്കാനത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അതുകൊണ്ട് തേയിലത്തോട്ടമൊക്കെ നോക്കട്ടെ, ഇവിടെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നിട്ടെ ഇറങ്ങിയിട്ട് നമുക്ക് കാണിക്കാം. ഇതുണ്ടോ, ഫുൾ തേയിലത്തോട്ടം ഇവിടെ എല്ലാം. നമുക്ക് അവിടോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങളപ്പോൾ ഇവിടെ ഇറങ്ങിയേ. ഓ, എന്ത് ഭംഗിയാ കാണാൻ. നല്ല പച്ചപ്പും ഹരിതാപവും. നല്ല രസമുണ്ട്. ചാടി കേറ്. ഇതെല്ലാം കുട്ടിക്കാനം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഫുൾ ഇതുപോലത്തെ സ്ഥലമാണ്. രണ്ട് സൈഡിലും ഇതുപോലെ നിറച്ച് മരങ്ങളും കുന്നും. ഇവിടുന്ന് കുമളി, കട്ടപ്പന, ഇതെല്ലാം കട്ടപ്പന കുമളി റോഡൊക്കെയാണ്. ഞങ്ങളിപ്പോൾ ഏലപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് തിരിഞ്ഞ് അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ഇതാ തേയിലയുടെ പ്ലാന്റേഷനാണ് ഫുള്ള്. അപ്പോൾ ഞങ്ങളിവിടെ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. പേയാൻ പാർക്കിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. ഇവിടെ പൈൻ വാലിയിലോട്ട് പോകുന്നിടത്ത് രണ്ട് സൈഡിലും നിറയെ കടകളാണ്. കടകളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചോക്ലേറ്റും പിന്നെ കുറേ ടോയ്സും അങ്ങനെയുള്ള കടകളാണ് ഫുള്ള്. നമ്മളിപ്പം പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്, നല്ല ആളുണ്ട്, നല്ല തണലുമാണ് ഇവിടെ ഫുള്ള്. പിള്ളേരൊക്കെ സൗണ്ട് ഉണ്ടാക്കുക. എന്ത് രസമോ. എനിക്ക് 52. ഇതിപ്പോൾ തിരിച്ച് നല്ല കയറ്റമുണ്ട്. ഇനി ഞങ്ങൾ ഈ കുന്ന് കയറാൻ പോവാണ്. ഇത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ, നല്ലൊരു കുന്നാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് കുന്ന് കയറുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെഡിങ് ആനിവേഴ്സറിക്ക് കുന്ന് കയറുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. നോക്കൂ, ഞങ്ങളങ്ങനെ നടന്ന്
ഇവിടെ ക്ഷീണിതരായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി മേലോട്ട് കയറി പോകണം. ഇത്രയും കുറച്ച് കയറ്റം കയറിയപ്പോഴാണ് ക്ഷീണിച്ചു. ഇനി മേളിൽ ചെല്ലുമ്പോഴത്തേന് സ്റ്റാമിന ഇല്ല. നന്ദിയുണ്ട്. അല്ല, തൃപ്തിയായി ഗോപിയേട്ട, തൃപ്തിയായി. അല്ലാത്ത ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ വരുവാണെങ്കിൽ ഇവിടെ എന്താ പോപ്പുലേഷൻ കുറയില്ല, ടൂറിസ്റ്റുകൾ കുറയും. അപ്പോൾ എന്നാ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടൊരു 10 മിനിറ്റ് 5 മിനിറ്റ് മിണ്ടാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാറ്റ് വീശുമ്പം ഇലയുടെ നല്ല സൗണ്ട് കേൾക്കാം, ഹമ്മിങ് പോലത്തെ സൗണ്ട് കേൾക്കാം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ്. അതെ, നല്ല രസം അത് കേൾക്കാൻ. ഇവിടെ നിന്ന് തിരിച്ച് കയറി പോകുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെസ് എന്നേ ഉള്ളൂ. അല്ല, ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ കേട്ട് നല്ല സൗണ്ട്. പക്ഷേ വീഡിയോയ്ക്കകത്തൂടെ നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കണം. അന്നേരം ഇത്ര ആൾക്കാരെ ഉള്ളതുകൊണ്ടും ഇത്ര സൗണ്ട് ഒക്കെ കേൾക്കുന്നതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല കാറ്റും നല്ല എക്സ്പീരിയൻസാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ ഈ വീക്കെൻഡ്സിൽ വരാതെ ആൾക്കാർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വരാൻ ശ്രമിക്കണം. അതെ, അന്നേരം ഇതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാം. വീക്ക് ഡേയ്സിൽ എന്താണല്ലോ ആൾക്കാർ കുറവായിരിക്കും. വീക്ക് ഡേയ്സിലും പിന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ മാസങ്ങളിൽ ഈ ഭാഗത്തോട്ടൊക്കെ നല്ല തിരക്ക് കാണും. ഏത് ദിവസം എടുത്താലും നല്ല, മിക്ക ദിവസങ്ങളിലും ഒരുമാതിരി തിരക്ക് കാണും, കാരണം തണുത്ത കാലാവസ്ഥ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ഹമ്മിങ് സൗണ്ട് വരുന്നത് ഈ പൈൻ മരത്തിൻ്റെ ഇലയിൽ നിന്ന്. കാരണം ഇതിൻ്റെ ഇലകൾ എന്ന് പറയുമ്പോഴത്തേക്കിന് സാധാരണ ഇലയല്ല, മുള്ളു പോലെ ഇരിക്കുന്ന ഇലയാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഇതുപോലത്തെ ഇലകളാണ്. ഒരെണ്ണത്തിൽ കണ്ടോ മൂന്നായിട്ട് സ്പ്ലിറ്റ് ആയി പോവാ. എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റായി വരുന്ന രീതിയിലുള്ള ഇലകൾ. അപ്പം ഇതിൽ കാറ്റടിക്കുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമാണ്. കണ്ണടച്ചിട്ട് ഇപ്പം കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നായിരുന്നു. അപ്പം നല്ല സൗണ്ട് ആയിരുന്നു. അതെ, കണ്ണടച്ചിരുന്നിട്ട് ഈ ഒരു സൗണ്ട് കേൾക്കണം. അടിപൊളിയാ. കുറച്ച് നേരത്തേക്ക് എല്ലാവരും അതാ പറഞ്ഞത്, ടൂറിസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ലൈക്ക് കടൽ തീരത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു തിരമാലയുടെ സൗണ്ട്, അതുപോലെ തന്നെ ആ സെയിം സൗണ്ട് ഇവിടെ. ഒരു തിരമാല, ഇപ്പം പറഞ്ഞില്ലേ തിരമാലയുടെ, ഏകദേശം അതുപോലെ തന്നെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇവിടുന്ന്. ഇവിടെ ക്യാമറയാണെങ്കിൽ ഈ പുറകിൽ നിന്ന് വെട്ടം അടിക്കുന്നുണ്ട്, ബ്ലറായിട്ട് പോകുന്നുണ്ട്. ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വാഗമൺ പൈൻ വാലി അവിടെ പോയിട്ട് തിരിച്ച് വരുവാണ്. ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറി, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല. ഇനി ജസ്റ്റ് ഡ്രൈവ് പോവുക, വണ്ടിപ്പെരിയാർ അവിടോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ ഡേ ഇതൊക്കെയാണ്. പിന്നെ ഇരിക്കലേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഏലക്ക മേടിക്കണമെന്ന്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഏലക്ക മേടിച്ചു. ഏലക്കയ്ക്കൊക്കെ ഭയങ്കര വിലയാണേ. ഇത്രയും പാക്കറ്റ് മേടിച്ച് എത്ര 675 രൂപയോ അത്ര എന്തോ ആയി. ഇവിടെയാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെയും കൂടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണുവാണ്. ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ കുരങ്ങൻ്റെ കുഞ്ഞുങ്ങൾ വന്ന്. ഞങ്ങളങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. സെക്കൻഡ് ആനിവേഴ്സറിയാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതുപോലെ ഇവിടുത്തെ ആൻറ്റിക്കും അങ്കിളിനും ഒക്കെ കൊടുത്തു. പിന്നെ ഇവിടെ അടുത്തുള്ള റൂംമേറ്റ്സിനും എല്ലാം കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ്സ് ഒക്കെ ഇടണേ. അപ്പോൾ ഓക്കെ, ബൈ.